ഹായ് ഗായ്സ്, ഇന്ന് ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് സെക്കൻഡ് T20 മത്സരം നടക്കുവാണ്. ഓൾറെഡി നമുക്കറിയാം ചെപ്പോക്കിലാണ് കളി നടക്കുന്നത്. നമ്മൾ ഡ്രീം 11 ടീമിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു സ്പിൻ ഓഫറിംഗ് പിച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സ്പിന്നേഴ്സിന് പൊട്ടൻഷ്യൽ കൊടുക്കുകയായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീം ജയിക്കാനാണ് കൂടുതൽ സാധ്യത. ഓൾറെഡി ഇവിടെ നടന്ന 9 മത്സരത്തിൽ 6 ജയിച്ചിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത ടീമാണ്. ഏറ്റവും കൂടുതലുള്ള ഒരു വിക്കറ്റ് കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്തിരിക്കുന്നത് 189 റൺസാണ്. അപ്പം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിൽ ജോസ് ബട്ട്ലർ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ തവണ നല്ല ബാറ്റിംഗ് കാഴ്ചവെച്ച ഒരാളാണ്. അതുപോലെ സഞ്ജു സാംസൺ നല്ലൊരു ഓപ്ഷനാണ്. റീസെൻ്റ്ലി 2 സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. പിന്നെ സാൾട്ടിനെ അവിടെ നിൽക്കട്ടെ, നമുക്ക് 11 പേരെയാണല്ലോ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ജുറേലിൻ്റെ കാര്യം അറിയില്ല. അഭിഷേക് ശർമ്മയ്ക്ക് ചിലപ്പോൾ പരിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ജുറേലിന് ഒരു ഓപ്ഷൻ കിട്ടുമായിരിക്കാം. പക്ഷേ വാഷിംഗ്ടൺ സുന്ദർ സ്പിൻ പിച്ച് ആയതുകൊണ്ടുള്ള ഒരു ഓപ്ഷനും നമുക്ക് നോക്കേണ്ടി വരും. പിന്നെ ഇവിടെ സൂര്യകുമാർ യാദവ് വേണം, തിലക് വർമ്മ വേണമെന്ന് നമുക്ക് ഭയങ്കര എന്തായാലും അഭിഷേക് ശർമ്മേനെ നമ്മൾ എന്തായാലും ഇടണം. റിങ്കു സിംഗിന് ചാൻസ് കിട്ടുമെന്ന് അറിയില്ല, അതായത് ലോവർ ഓർഡർ ബാറ്റ്സ്മാൻ ആണല്ലോ. പിന്നെ ഹാരി ബ്രൂക്ക് ഉണ്ട്. ഹാരി ബ്രൂക്കിനെയും നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ചെയ്യാമെന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബാറ്റ്സ്മാനിൽ അഭിഷേക് ശർമ്മയാണ്. ബെൻഡക്കറ്റ് കഴിഞ്ഞ കളി വളരെ മോശമായിരുന്നു, അതുകൊണ്ട് ഇടാൻ പറ്റില്ല. സൂര്യകുമാർ യാദവ് വേണോ തിലക് വർമ്മ വേണോ, നിങ്ങളുടെ ഓപ്ഷനാണ്. നിങ്ങൾക്ക് അതനുസരിച്ച് ചെയ്യാം. രണ്ടുപേരും സൂര്യകുമാർ യാദവ് കഴിഞ്ഞ കളി അത് ഗോൾഡൻ ഡക്ക് ആയിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. തൽക്കാലം ഞാൻ തിലക് വർമ്മേനെ ഇട്ട് ടീം ഇടുകയാണ്. ഓൾറൗണ്ടേഴ്സ് ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹാർദിക് പാണ്ഡ്യ ബോളും ചെയ്യും ബാറ്റും ചെയ്യും. അപ്പോൾ അത്രയും പോയിന്റ് നമുക്ക് കൂടുതൽ കിട്ടുകയാണ്. ലിവിങ്സ്റ്റൺ നമ്മൾ നോക്കണം, പുള്ളി ഓൾറെഡി സ്പിന്നറാണ്, സ്പിൻ പിച്ചാണ്. പിന്നെ അത്യാവശ്യം നന്നായിട്ട് ബാറ്റും ചെയ്യും. അസർ പട്ടേൽ നല്ലൊരു ഓപ്ഷനാണ്. ക്യാപ്റ്റൻ വരെ ആക്കാൻ പറ്റുന്ന നമുക്കൊരാളാണ്. നിതീഷ് റെഡ്ഡിക്ക് ഇന്ന് ചാൻസ് കിട്ടുമെന്ന് അറിയത്തില്ല, കാരണം പക്ഷേ കഴിഞ്ഞ കളി ഒന്നും അത് പുള്ളിക്ക് ബാറ്റ് ചെയ്യാനും പറ്റിയില്ല, ബോൾ ചെയ്യാനും പറ്റിയില്ല, ഒറ്റ ഓവറും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ 3 പേരാണ് എൻ്റെ ഒരു പ്രധാന ഓപ്ഷൻ ഓൾറൗണ്ടേഴ്സിൽ. പിന്നെ ബൗളിങ്ങിലേക്ക് വരുമ്പോൾ അവിടെയാണ് ആദിൽ റഷീദ്. എന്തായാലും സ്പിൻ പിച്ചാണ്. ആദിൽ റഷീദിനെ നമുക്ക് മാറ്റിയെടുത്താനേ പറ്റില്ല. ഇംഗ്ലണ്ടിലെ മെയിൻ സ്പിന്നർ ഓപ്ഷനാണ്. പിന്നെ അർഷ്ദീപ് സിംഗ് കഴിഞ്ഞ കളി 2 വിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, നമ്മൾ കളയാൻ പറ്റില്ല. മുഹമ്മദ് ഷമി കഴിഞ്ഞ കളിയിൽ ഉണ്ടായിരുന്നില്ല, ടീമിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ തവണ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ഇടുന്നില്ല. പിന്നെ ജോഫ്രെ ആർച്ചർ നമുക്കറിയാം, ഡെത്ത് ഓവറാണ്, ഓപ്പണിംഗ് ബോളറാണ്, കൂടുതൽ വിക്കറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വരുൺ ചക്രവർത്തി കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്യാപ്റ്റൻ ആക്കിയിട്ട് പോയിന്റിൽ വളരെ മുന്നിട്ട് നിന്ന ആൾക്കാർ ക്യാപ്റ്റൻ ആക്കിയ ഒരാളാണ് വരുൺ ചക്രവർത്തി. വരുൺ ചക്രവർത്തിക്ക് ഇത് സ്പിൻ പിച്ച് ആയതുകൊണ്ട് തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുൺ ചക്രവർത്തി ആദ്യമായിട്ടാണ് ചെന്നൈയിൽ ഈ പിച്ചിൽ ബോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയുക പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയറാണ്. പുള്ളീനെ എന്തായാലും ഒരു ക്യാപ്റ്റനോ വൈസ് ക്യാപ്റ്റനോ ആക്കിയിരിക്കണം. പിന്നെ ഇതാണ് എൻ്റെ ഒരു ഓപ്ഷൻ. ഇപ്പോൾ 10 പേരായല്ലോ. ഓൾറെഡി നമുക്ക് പ്രിവ്യൂ നോക്കുകയാണെങ്കിൽ ഞാൻ ഇത്രയും പേരുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അടിച്ച് നമ്മൾ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ഇവിടെ വളരെ ഇതാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ തൽക്കാലം ക്യാപ്റ്റനായിട്ട് വരുൺ ചക്രവർത്തിനെ ഓപ്ഷൻ കൊടുക്കുകയാണ്. അതേപോലെ വൈസ് ക്യാപ്റ്റനായിട്ട് ബട്ട്ലറെ. അങ്ങനെ നമ്മൾ പ്രിവ്യൂ നോക്കുകയാണെങ്കിൽ ഇതാണ്, ഇങ്ങനെ ഒരു ഓപ്ഷനാണ് നമുക്ക് വരുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 2-3 ടീം ഇടുകയാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. വൈസ് ക്യാപ്റ്റൻ കോമ്പിനേഷനാണ് വളരെ പ്രധാനപ്പെട്ടത്. ആൾക്കാരിപ്പോൾ ഏകദേശം ഇവരെല്ലാം നന്നായിട്ട് കളിക്കാൻ പോകുന്ന ആൾക്കാരാണ്. പക്ഷേ ഒരു ക്യാപ്റ്റനോ വൈസ് ക്യാപ്റ്റനോ എന്ന നിലയിലായിരിക്കും മാറുക. അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ സഞ്ജു സാംസണെ നമുക്ക് ക്യാപ്റ്റൻ ആക്കാം, വരുൺ ചക്രവർത്തിനെ മാറ്റിയിട്ട്. പക്ഷേ അറിയില്ല, ഇവർക്കിപ്പോൾ നമ്മുടെ അറിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ബട്ട്ലറെ തന്നെ ഓപ്ഷൻ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് അഭിഷേക് ശർമ്മയ്ക്ക് ഇത് കൊടുക്കാനുള്ളൊരു അവസരമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അക്സർ പട്ടേലിനെ വൈസ് ക്യാപ്റ്റൻ ആക്കി ഇടാം. ഇതാണ് എൻ്റെ മേജർ ഓപ്ഷൻസ്. ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ വരുൺ ചക്രവർത്തി, അക്സർ പട്ടേൽ, സഞ്ജു സാംസൺ, ജോസ് ബട്ട്ലർ. അഭിഷേക് ശർമ്മ ഇന്ന് കളിക്കുമെന്നില്ല, അറിയില്ല. പുള്ളിക്ക് ചെറിയൊരു ഇഞ്ചുറി ഉണ്ടെന്ന് ഓൾറെഡി കേട്ടിട്ടുണ്ട്. അതനുസരിച്ച് ഓൾറെഡി എപ്പോഴും നമ്മൾ നല്ലൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 6:30 7 മണിക്കാണ് കളി തുടങ്ങണേ. 6:30 ആകുമ്പോഴത്തേക്കും ടീം വരും, ടീമിൻ്റെ ലിസ്റ്റ് പ്രഖ്യാപിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഇടുക. ഒരു 3 ടീമോ 4 ടീമോ ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് കൂടുതൽ നല്ലൊരു സ്കോറിലേക്ക് എത്താനുള്ളൊരു പൊട്ടൻഷ്യൽ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഏകദേശം എൻ്റെ ഒരു ടീം ഇതാണ്. പിന്നെ